കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം. ഭാവനയുടെ പേര് പരാതിപ്പെട്ടി തുറക്കാം. ശോശാമ്മ ചേട്ടത്തി പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് സെക്രട്ടറി അച്ചായൻ്റെ വരവ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സെക്രട്ടറി അച്ചായന് അറിയാത്ത കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അച്ചായൻ വിശേഷങ്ങൾ തുടങ്ങി. ശോശാമ്മ അറിഞ്ഞില്ലയോ, നമ്മുടെ പടിമുക്കിലെ ചാക്കോയുടെ മോൻ അമേരിക്കയിൽ പോയി. പാവ ശോശാമ്മ ചേട്ടത്തി ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് ഒരു നിമിഷം തോന്നിപ്പോയി. ഒരു നെടുവേർപ്പിട്ടുകൊണ്ട് ശോശാമ്മ ചേട്ടത്തി പരാതിപ്പെട്ടി തുറന്നു. അല്ലേലും അവർക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ആൾക്കാരില്ലയോ? നമ്മൾക്കൊക്കെ അല്ലേ ആരുമില്ലാത്തത്? സെക്രട്ടറി അച്ചായൻ അതിനെ പിന്താങ്ങി. ശരിയാ ശോശാമ്മേ, എൻ്റെ മോന് ജോലിയില്ലാതെയായിട്ട് 1 മാസമായി. നമ്മുടെ കുടുംബത്തിലൊന്നും ഗൾഫുകാരില്ലല്ലോ കൊണ്ടുപോകാൻ. പരാതിപ്പെട്ടികൾ കൈമാറി സ്വയം ആശ്വസിച്ച് അവർ അവരുടെ വഴിക്ക് പോയി. ഇത് അപൂർവം ഒരു സംഭാഷണമല്ല. നമ്മൾ ഓരോരുത്തരും ഒരിക്കലെങ്കിലും പറയുകയോ കേൾക്കുകയോ ചെയ്ത സർവ്വസാധാരണമായ ഒരു സംഭാഷണം. ഇതുപോലെയുള്ള പരാതിക്കെട്ടുകൾ നിറഞ്ഞ ഒരു പുസ്തകമാണ് നമ്മുടെ ജീവിതം. മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും ദൈവിക ആശ്രയത്തെ മറന്ന് മാനുഷിക ആശ്രയം ഉണ്ടായിരുന്നുവെങ്കിലെന്ന് നമ്മൾ ചിന്തിച്ചു പോകാറില്ലേ? മാനുഷിക ആശ്രയങ്ങൾ ഒരു പരിധിക്കുള്ളിൽ ഒതുങ്ങുന്നതാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിലും എല്ലാവരെയും പോലെ പരാതികളുടെ ഭാണ്ഡവും പേറിയാണ് നമ്മുടെ ജീവിതയാത്ര. യെരുശലേമിൽ പ്രശസ്തമായ ഒരു കുളമുണ്ട്, ബെഥസ്ദ. രോഗികൾക്കും ദീനക്കാർക്കും അവരുടെ ജീവിതത്തിലെ വിടുതലിൻ്റെ കുളം. മന്ത്രവാദങ്ങളോ ഒറ്റമൂലികളോ വൈദ്യചികിത്സകളോ ഒന്നുമല്ല കുളത്തെ വേറിട്ട് നിർത്തുന്നത്. കുളത്തിലെ വെള്ളത്തിൻ്റെ പ്രത്യേകതയുമല്ല. ചില സമയങ്ങളിൽ ഒരു ദൂതൻ വന്ന് വെള്ളം കലക്കും. അപ്പോൾ അതിലാദ്യം ഇറങ്ങുന്നവർ സുഖപ്പെടും. കലക്കവെള്ളത്തിൽ എങ്ങനെയാ മുങ്ങുന്നേ എന്ന് ആലോചിച്ച് നിൽക്കുന്നവർ കരയിൽ തന്നെ നിൽക്കേണ്ടി വരും. ദൂതൻ കലക്കിയത് കണ്ട് വിശ്വാസത്തോടെ തിടുക്കത്തോടെ ഇറങ്ങുന്നവർ രക്ഷപ്പെടും. 38 വർഷമായി ബെഥസ്ദ കുളവും പരിസരവും അതിൻ്റെ ഓരോ മുക്കും മൂലയും കാണാതെ അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്. ആരോടും പരാതിയും പരിഭവവും ഇല്ലാതെ സൗഖ്യം ആഗ്രഹിച്ച് ഒരു പാവം ഇരിപ്പ് തുടങ്ങിയിട്ട് വർഷം 38ആയി. ഇക്കാലത്തിനിടയിൽ താൻ പലരോടും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടാകാം, ആ കുളത്തിലേക്കൊന്ന് കൈപിടിച്ചിറക്കുവാൻ. പക്ഷേ ആരും വന്നില്ല. ആരും ആ വ്യക്തിയോട് നിനക്ക് സൗഖ്യമാവണ്ടേ, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞില്ല. 38 വർഷങ്ങൾക്ക് ശേഷം യേശു അവൻ്റെ അരികിലെത്തി ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ആരുടെ മുൻപിലും പരാതിപ്പെട്ടി തുറക്കാതിരുന്ന ആ വ്യക്തി യേശുവിനോട് തൻ്റെ നിസ്സഹായ അവസ്ഥ അറിയിച്ചു. യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു. ഓരോരുത്തരായി ആ പരിസരത്ത് മാറി മാറി വരുമ്പോഴും ഓരോരുത്തരിലും അവൻ തിരഞ്ഞത് തന്നെ ഒന്ന് താങ്ങി കുളത്തിലിറക്കുന്ന ഒരാളെ ആയിരുന്നു. യേശു തൻ്റെ അരികിൽ വന്നപ്പോഴും അവൻ്റെ ആഗ്രഹവും ആവേശവും കുളത്തിൽ തന്നെ ഒന്നു ഇറക്കുവാൻ യേശു സഹായിക്കുമെന്നായിരിക്കണം. നീണ്ട 38 വർഷം ഉള്ളിലൊതുക്കിയ അവൻ്റെ സങ്കടവും രോഗവും എല്ലാം ആ ഒറ്റ പരാതിയിൽ പരിഹരിക്കപ്പെടുകയാണ്. അതും അവൻ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ. ബെഥസ്ദ കുളത്തിൽ വന്നവരെല്ലാം കുളത്തിലിറങ്ങി സൗഖ്യം പ്രാപിച്ചപ്പോൾ ഈ വ്യക്തി മാത്രം കിടന്നയിടത്ത് വച്ച് തന്നെ സൗഖ്യം പ്രാപിച്ച് കിടക്കിയെടുത്ത് നടന്നു. ഹാഗർ ധനവാനായ യജമാനൻ്റെ വീട് വിടുമ്പോൾ അപ്പത്തിലും ഒരു തുരുത്തി മീനിലും മാത്രം പരിമിതപ്പെട്ടിരുന്നു. സഹായിപ്പാൻ ഒരു കരം പോലും ചുറ്റുമില്ലാതിരുന്ന ഹാഗറിന് സഹായം ചോദിക്കുവാൻ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആശ്രയം ദൈവത്തിൽ മാത്രമായപ്പോൾ സ്വന്തം കണ്ണിന് പോലും വിശ്വസിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു ദൈവത്തിൻ്റെ കരുതൽ. നിസ്സഹായരാണെന്നും ഒരു തൂണായി നിൽക്കുവാൻ നമുക്കാരുമില്ലെന്നും തോന്നുമ്പോൾ പരാതിപ്പെട്ടിയുമായി നാം നടക്കുമ്പോൾ ഓർക്കുക, നമ്മൾ ആഗ്രഹിക്കുന്നതിലും അധികമായി നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവമുണ്ട്. അനുഭവങ്ങളിൽ നിന്ന് ആ ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയോട് പറയുന്നത്, നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി തരുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടേതെന്നും. നമുക്ക് മാത്രം ഒരു മാറ്റവും സംഭവിക്കുന്നില്ലെന്നും നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കുട്ട മാത്രമാണെന്നും നമ്മൾ ചിന്തിക്കുന്നു. സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നോക്കുന്നതിന് പകരം മാനുഷിക കരങ്ങളിലാണ് നമ്മുടെ കണ്ണുകൾ പതിക്കുന്നത്. അല്പം താമസിച്ചാലും മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ നൽകിയ പതിവ് രീതികൾ മാറ്റി ആർക്കും ചിന്തിച്ചുകൂടാത്ത രീതിയിൽ ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും.
നമ്മുടെ പരാതികളും പരിഭവങ്ങളും നമ്മുടെ ചുറ്റുമുള്ളവരോട് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ ഒന്നിനും കൊള്ളാതാക്കുന്നവരാണ്. പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ ആരും കാണാത്ത പുതുവഴികൾ ദൈവം തുറക്കും. ഒരു ചെവിയിലൂടെ കയറി മറുചെവിയിലൂടെ പുറത്താക്കുകയും ആകെയുള്ള ഒരു നാവ് കൊണ്ട് നമ്മുടെ പരാതികളെ നമ്മുടെ ശാപമായി അന്യരുടെ മുമ്പിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്ന മനുഷ്യരോട് പറയുന്നതിന് പകരം കേൾക്കുവാൻ സന്നദ്ധയുള്ള പരിഹരിക്കാൻ കഴിയുന്ന നമ്മുടെ യേശുവിനോട് പറയാം. നമ്മുടെ പരാതി പെട്ടികൾ യേശുവിൻ്റെ മുൻപിൽ മാത്രം തുറക്കുക. വർഷങ്ങൾ പലത് കടന്നു പോയാലും സാധ്യതകളുടെ നിറം മങ്ങിയാലും കാത്തിരിക്കുക. നമ്മുടെ പരാതി പെട്ടിയുടെ പൂട്ട് നല്ല സ്നേഹിതനായ യേശുവിൻ്റെ മുൻപിൽ തുറക്കാം. ഈ ഒരു ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.